Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഇനിയുള്ള ഒരു മാസക്കാലം ഹൈന്ദവ ഭവനങ്ങളിലും ക്ഷേത്രങ്ങളിലും രാമായണ ശീലുകൾ അലയടിക്കും. കാലടി സായി ശങ്കര ശാന്തി കേന്ദ്രത്തിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന രാമായണോത്സവത്തിന് തുടക്കമായി. കർക്കിടകം പിറന്നു. വറുതികളും ബുദ്ധിമുട്ടുകളും നിറയുന്ന മാസമായി കണക്കാക്കപ്പെടുന്ന കള്ളക്കർക്കിടകത്തിൽ ആശ്വാസമായി രാമായണ ശീലുകൾ നാടെങ്ങും അലയടിക്കും. കർക്കിടക മാസത്തിൽ നേദിക്കപ്പെടുന്ന രാമരസായനമാണ് രാമായണ കഥ. അറിവിന്റെ സരസ്വതി ക്ഷേത്രമായാണ് ആധ്യാത്മിക രാമായണം അറിയപ്പെടുന്നത്. രാമായണം പാരായണം ചെയ്യുന്ന ആൾ അമൃതനും സിദ്ധനും ആനന്ദ തൃപ്തനുമായി തീരുമെന്നാണ് വിശ്വാസം. കാലടി മാണിക്യമംഗലത്തുള്ള സായി ശങ്കര ശാന്തി കേന്ദ്രത്തിലെ അന്തേവാസികളായ വയോജനങ്ങൾ ഇത്തരമൊരു ആത്മീയ നിർവൃതിയിലാണ്. ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ നിന്ന് ഭക്തിമാർഗത്തിലൂടെ ജീവിത സൗഖ്യം അനുഭവിക്കുന്നവരാണ് സായി ശങ്കര ശാന്തി കേന്ദ്രത്തിലെ അപ്പൂപ്പൻ അമ്മൂമ്മമാർ. മനസ്സ് ദുഃഖിക്കുമ്പോൾ സാന്ത്വനമായി രാമായണ വരികളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് ഇവർ. അതിനാൽ തന്നെ ഈ വർഷത്തെ കർക്കിടക മാസം രാമായണ പാരായണത്തിലൂടെ ഭക്തി സാന്ദ്രമാക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് സായി ശങ്കര ശാന്തി കേന്ദ്രം ഡയറക്ടർ PN ശ്രീനിവാസന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. ഒരു മാസം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളാണ് കർക്കിടക മാസത്തിൽ സായി ശങ്കര ശാന്തി കേന്ദ്രത്തിൽ നടക്കുന്നത്. ഭക്തിഗാനങ്ങളിലൂടെയും ഭജനകളിലൂടെയും പ്രതിഭ തെളിയിച്ച ഗായകൻ അംബരീഷ് സായി രാമായണോത്സവം ഉദ്ഘാടനം ചെയ്തു. ശ്രീചേട്ടനായിട്ട് ഒത്തിരി വർഷത്തെ ബന്ധമാണ്. കാര്യം പിന്നെ ഈ ഇടക്കാലത്ത് വെച്ചാണ് കുറേ ഞാൻ ഈ പ്രോഗ്രാമിന് കാലടി ക്ഷേത്രത്തിലും മകൻ്റെ കല്യാണത്തിന് പ്രോഗ്രാമിൽ വന്നപ്പോൾ അമ്മമാരെ കാണണം എന്ന് എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ എനിക്കന്ന് കുറച്ച് തിരക്കായതോട് തിരിച്ചു ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല. ഇത് ഞാൻ അപ്പോൾ ഇന്ന് 2-3 ദിവസത്തിന് മുന്നേ ഇപ്പോൾ രാമായണ മാസത്തിന് കുറേ പ്രോഗ്രാമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് ശ്രീനിചേട്ടന് സാധാരണ നമ്മൾ എല്ലാവരും അങ്ങോട്ട് വിളിച്ചാണ് ഓരോ കാര്യങ്ങൾ ബുക്ക് ചെയ്യുക, ഇങ്ങനെ പ്രോഗ്രാം ഉണ്ട്. ഇത് ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ശ്രീനിചേട്ടനെ വിളിച്ചിട്ട് ശ്രീനിചേട്ടാ 1-ാം തീയതി ഏതായാലും ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ശ്രീനിചേട്ടൻ പറഞ്ഞു അയ്യോ വളരെ സന്തോഷം വളരെ സന്തോഷം. കാര്യം ഇത് പറയാനുള്ള കാര്യം, ഇത് അമ്മമാരെയൊക്കെ നമ്മൾ കാര്യം എനിക്ക് അച്ഛനും അമ്മയും ഇല്ല, മരിച്ചുപോയി. ഈ അമ്മമാരെ കാണുന്നുള്ള കുറേ നാൾ ശ്രീനിചേട്ടൻ 2 പ്രാവശ്യം വന്നപ്പോഴും പറഞ്ഞ് എന്നോട് ചോദിച്ചു അംബരീഷ് അമ്മമാരെ കണ്ടോ? ഞാൻ ശ്രീനിചേട്ടാ ഇനി അടുത്ത വരവിൽ വന്ന് കാണാം. കാര്യം എൻ്റെ ഓർക്കസ്ട്രയും എല്ലാവരും കൂടെ തിരക്കായതുകൊണ്ട് പെട്ടെന്ന് പോകേണ്ട സാഹചര്യം വന്ന് വരാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ ഓർത്ത് വെറുതെ മനസ്സിൽ ഒരാഴ്ചക്ക് മുന്നേ ഇങ്ങനെ തോന്നി അമ്മമാരൊന്ന് പോയി കണ്ടാല ഈ അമ്മമാരൊക്കെ ഒന്ന് കാണണമെന്നുള്ള ഭയങ്കര ഒരു ആഗ്രഹം. ഞാൻ അങ്ങോട്ട് സാധാരണ എനിക്ക് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് ഒരു സ്ഥലത്തോട്ട് വിളിച്ച് ചോദിക്കുന്നത്. അത് ശ്രീനിചേട്ടനായിട്ടുള്ള ബന്ധം അതും കൂടിയാണ്. പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറയാം അംബരീഷ സന്തോഷം, നമുക്ക് രാമായണ മാസത്തിന്റെ ഉദ്ഘാടനം കൂടി നടത്താം. അപ്പൊ ഇത് എന്നെ സംബന്ധിച്ച് എന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു ദിവസം കൂടിയാണ്. സായി ശങ്കര ശാന്തി കേന്ദ്രം ഡയറക്ടർ PN ശ്രീനിവാസൻ അധ്യക്ഷനായിരുന്നു. പുട്ടവർത്തി ശങ്കരനാരായണൻ, ബിജു മാണിക്യമംഗലം, നരേന്ദ്രൻ, മോഹനചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. രാമായണ പാരായണം, ഭജന, സത്സംഗം എന്നിവയും ഉണ്ടായിരുന്നു. കർക്കിടക മാസത്തിൽ എല്ലാ ദിവസങ്ങളിലും വൈകിട്ട് 6 മുതൽ രാമനാമ സങ്കീർത്തനം, ഭജന, മംഗളാരതി, പ്രസാദ വിതരണം എന്നിവ ഉണ്ടാകും. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി.